Hey guys, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കണ്ട ഒരു വീഡിയോ ഉണ്ടല്ലോ അത് തന്നെയാണ്. ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സത്യത്തിൽ ഈ ഒരു ഐറ്റം മാത്രമേ ഇപ്പോൾ കൂടുതലായിട്ടും കാണാനുള്ളൂ. കണ്ടിരിക്കാൻ നല്ല രസമൊക്കെ ഉണ്ട്. നിങ്ങൾക്കും കുറച്ച് ഫോട്ടോസ് ഉപയോഗിച്ചുകൊണ്ട് നല്ല ഫോട്ടോസൊക്കെ ആണെങ്കിൽ ഇതുപോലെയുള്ള 3D അനിമേറ്റഡ് വീഡിയോ ആക്കി മാറ്റുവാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണത് ചെയ്യുന്നതെന്ന് ഈ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതിന് മുൻപായിട്ട് ചെറിയൊരു കാര്യം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൂടി ഒന്ന് പരിഗണിക്കുക. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. സോ ഞാൻ അധികം നീട്ടുന്നില്ല, നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, Capcut എന്ന ആപ്ലിക്കേഷനാണ് പ്രധാനമായും ഇതിനാവശ്യം. ഇന്ത്യയിൽ ലോഞ്ച് ആവാത്ത ഒരു ആപ്പ് ആയതിനാൽ പ്ലേ സ്റ്റോറിൽ പോയി തിരഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണുവാൻ കഴിയുകയില്ല. സോ ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. രണ്ടാമതായി നമുക്ക് ആവശ്യമുള്ള ഒരു ആപ്ലിക്കേഷനാണ് Psiphon Pro എന്ന VPN. ഇതും ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ആദ്യമേ ഓപ്പൺ ചെയ്യേണ്ടത് ഈ ഒരു VPN ആപ്പാണ്. അതിൽ ഓപ്ഷൻസ് എന്ന ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സെലക്ട് സെർവർ റീജിയൻ എന്നൊരു ഓപ്ഷൻ ലഭിക്കും. അതിൽ നിങ്ങൾക്ക് കുറേയധികം കൺട്രീസ് കാണുവാൻ കഴിയും, അതായത് റീജിയൻ കാണുവാൻ കഴിയും. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. കാനഡയും സ്പെയിനുമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ആവാൻ കുറച്ചുകൂടി നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. സോ ഞാൻ സ്പെയിൻ സെലക്ട് ചെയ്ത് ഓക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം VPN ഇപ്പോൾ കണക്റ്റ് ആയി. ഓക്കെ, അതിൻ്റെ സിമ്പൽ മുകളിൽ വന്നിട്ടുണ്ട്. കുറേയധികം റീജിയൻസ്, അതായത് കൺട്രിയിൽ നിന്നുള്ള സെർവേഴ്സ് നമുക്ക് ഫ്രീ ആയി ലഭിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു VPN ഞാൻ സജസ്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഏത് VPNും ഉപയോഗിക്കാവുന്നതാണ്. ഇനി Capcut എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. വരുന്നതൊക്കെ പെർമിഷൻസ് ഒക്കെ അലോ ചെയ്യുക. പിന്നീട് ഈ ന്യൂ പ്രൊജക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ആൽബംസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഫോൾഡർ വൈസ് ആയോ അല്ലെങ്കിൽ ഫോട്ടോസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അതായത് തിരഞ്ഞെടുക്കേണ്ട ഫോട്ടോസ് അത് ഇത്തരത്തിൽ സെലക്ട് ചെയ്ത് താഴെ കാണുന്ന ആഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ തന്നെ ആ ഫോട്ടോസൊക്കെ ഈ ഒരു എഡിറ്റിംഗ് ഭാഗത്തേക്ക് ഇമ്പോർട്ടായി വരുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഇതിൽ നിന്നും ഒരു ഫോട്ടോയ്ക്ക് മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഫോട്ടോ സെലക്ട് ആവുന്നതാണ്. താഴെ കുറച്ച് ഓപ്ഷൻസ് ലഭിക്കും. അതിൽ സ്റ്റൈൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെയാണ് നമ്മുടെ 3D സൂം ഓപ്ഷൻ ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ 3D സൂം ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ ഫോട്ടോ 3D രൂപത്തിലേക്ക് മാറാൻ തുടങ്ങുന്നതാണ്. ഇതുപോലെ ആയിരിക്കും ലോഡ് ആവുന്നത്. ജനറേറ്റിംഗ് എന്ന് കാണിക്കും. 99% വരെ വളരെ പെട്ടെന്നായിരിക്കും പോകുന്നത്. പിന്നീടുള്ള 1% ആവുന്നത് കുറച്ച് സമയമെടുത്തായിരിക്കും. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓരോ ഫോണിൻ്റെയും സ്പീഡും അതുപോലെ തന്നെ നെറ്റിൻ്റെ സ്പീഡും കാര്യങ്ങളും ഒക്കെ അനുസരിച്ചിരിക്കും ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആവുന്നത്. എൻ്റെ എന്തായാലും റെഡി ആയിട്ടുണ്ട്. സോ ഞാൻ നിങ്ങൾക്കതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഗൈസ്, ആദ്യ ക്ലിക്കിൽ തന്നെ ഈ 3D സൂം എഫക്റ്റ് വർക്ക് ആവണമെന്നില്ല. ഒരു പ്രാവശ്യം എനിക്കൊരു എറർ വന്നിരുന്നു. അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി ആ ഓപ്ഷൻ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ടും വർക്ക് ആവുന്നില്ലെങ്കിൽ മാത്രം VPN ആപ്പിൽ പോയി കൺട്രി മാറ്റി സെലക്ട് ചെയ്ത് ഉപയോഗിക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസിനൊക്കെ ആ 3D സൂം എഫക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി മ്യൂസിക് ആഡ് ചെയ്യുന്നതിനായി ഓഡിയോ എന്ന ഈ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ സൗണ്ട് എന്ന ഓപ്ഷൻ ലഭിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ഒന്ന് ലോഡ് ആവും. താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസിൽ നിന്നുമാണ് സൗണ്ട് ചേർക്കേണ്ടതെങ്കിൽ ഫ്രം ഡിവൈസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആ ഓഡിയോ ഏതാണെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. അതല്ല എങ്കിൽ ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്ത ശേഷം മറ്റേതെങ്കിലും ഇൻഷോട്ട് പോലെയുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് ഓഡിയോ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിന് അവസാനമായി നിങ്ങൾക്ക് Capcutന്റെ ഒരു ലോഗോ വരുന്നത് കാണാം, വാട്ടർമാർക്ക്. അപ്പോൾ അത് കളയാനായി നിങ്ങൾ ആ ഒരു ഭാഗം സെലക്ട് ചെയ്ത് ഡിലീറ്റ് അടിച്ചാൽ മതി, അത് പോകുന്നതായിരിക്കും. റിമൂവ് ചെയ്യാൻ പറ്റാത്ത വാട്ടർമാർക്കൊന്നുമല്ല. ഇനി ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് മുകളിൽ കാണുന്ന ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള റെസൊല്യൂഷൻ സെലക്ട് ചെയ്യുക. ഇതുപോലെ ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് 720p അല്ലെങ്കിൽ 1080p എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. താഴെ ഫ്രെയിം റേറ്റും സെലക്ട് ചെയ്യാം. എപ്പോഴും അത് ഫുള്ളിൽ തന്നെ ഇട്ട് വെച്ചാൽ നല്ല ക്വാളിറ്റി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഈ രണ്ട് ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ നൽകിയിട്ടുണ്ട്. ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാം, ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാം. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.